ഹായ്. അങ്ങനെ സെക്കൻഡ് ഡേ രാവിലെ എണീച്ച് 5 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി. നമ്മളൊരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി ബസ് കാത്ത് വന്നു. അപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് പോയി ചായ കുടിച്ചു. പിന്നെ ബസ്സിൽ കയറി നമ്മൾ ബൃഹദീശ്വര ടെമ്പിളിൽ മോർണിംഗ് പോവാൻ നിൽക്കുവാണ്. ഇന്നലെ നൈറ്റാണ് കണ്ടത്. അപ്പോൾ ഇന്ന് രാവിലത്തെ വ്യൂ ഒക്കെ കാണണം, ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ രാവിലെ റെഡി ആയി. പക്ഷേ 6:30 ആയപ്പോൾ തന്നെ നല്ല വെട്ടവും നല്ല വെയിലൊക്കെ വന്നോട്ടോ, നല്ല ചൂടും നല്ല വെയിലും. പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ അമ്പലത്തിൽ കയറി എന്നിട്ട് തൊഴുതെല്ലാം കഴിഞ്ഞ് ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല, വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ ഒളിച്ചും പത്തുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ചു. മറ്റേ ലഡു, മുറുക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ മാരിയമ്മൻ കോവിലുണ്ട്, അത് കുറച്ചടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് നെയ് വിളക്കും പിന്നെ ഈ പൂജാ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുത്തു. ഹാരമൊക്കെ കൊടുത്തു. അപ്പോൾ ഹാരമൊക്കെ അവിടെ ഇട്ടിട്ട് ബാക്കി അവരുടെ കുങ്കുമങ്ങളും ഈ പൂവൊക്കെ നമുക്ക് തിരിച്ചു തരും. അവരുടെ നിന്ന് വേറെ പൂവും പ്രസാദമൊക്കെ ആയിട്ട് നമുക്ക് തരും. അതായത് നമുക്ക് തേങ്ങ എല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അതെല്ലാം മേടിച്ചു തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ആ സെയിം ഓട്ടോ വെയിറ്റിംഗ് ആണ് അവിടെ. ആ ഓട്ടത്തിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. സോ ഇതാണ് അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകളും അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ. അങ്ങനെ ഇപ്പോൾ ഇതാണ് മാരിയമ്മൻ കോവിൽ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ അടുത്തത് പാലസിലോട്ടാണ് പോണത്. പോണ വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ചൂടെടുത്തിട്ട് മുടിയെല്ലാം കെട്ടി വെച്ച് കറക്റ്റ് ഒരു തമിഴ് ലുക്ക് ഒക്കെ വന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നേരെ പാലസിലോട്ട് പോയി. പാലസ് ആക്ച്വലി ഫുൾ റിനോവേഷൻ നടക്കുമായിരുന്നു. പാലസിൽ പഴയ ഒരു ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ പറ്റിയില്ല. ഫുൾ ഇടിച്ച് പൊളിച്ച് കിടക്കുന്ന സിറ്റുവേഷനാണ്. അധികം ആൾക്കാരും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ കയറി. അവിടെ പല പല പോർഷൻസ് ആയിട്ടാണ്. അത് 100 സംതിങ് 3 പേർക്കും കൂടെ 120 എന്തോ ആണ് അവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഓരോ സെക്ഷനായിട്ട് കയറുന്ന സമയത്ത് 2 സ്ഥലത്തുനിന്ന് 5 രൂപ, ഒരാൾക്ക് 5 രൂപ വെച്ചിട്ട് വീണ്ടും ഒരു മേടിച്ചിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് എന്താ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ അവിടെ കയറിയിട്ട് മ്യൂസിയത്തിൽ കയറിയിട്ട് ഇതെല്ലാം കണ്ടു. ഇത് രാജാവ് നോക്കിയ കണ്ണാടി ആയിരിക്കും ചിലപ്പോൾ. അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടന്നു തുടങ്ങി. കൊട്ടാരം വിൽക്കാനിട്ടിരിക്കുക. ഇവിടെ ഫുൾ റിനോവേഷൻ പണി നടക്കുന്നുണ്ട്. പല പല പോർഷൻസ് ആയിട്ടാണ് ഈ ഇതുള്ളത്. അതിൻ്റെ അകത്ത് ഓഡിയോ വിഷ്വൽ കൊണ്ടൊരു ഇതുണ്ട്. നമ്മൾ തഞ്ചാവൂരിൻ്റെ കുംഭകോണത്തിൻ്റെയൊക്കെ കുറേ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ആ തിയേറ്റർ പോലെ. അതിൻ്റെ അകത്ത് അതൊക്കെ കണ്ടു. പിന്നെ ഇതാണ് കൊട്ടാരത്തിൻ്റെ ആ ഒരു എൻട്രൻസ്. ഇത് വേറൊരു പോർഷനായിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി. അത് നമുക്ക് അകത്ത് കയറാം കേട്ടോ. അങ്ങനെ ഇവിടെ പിന്നെ വീഡിയോ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റ് പോർഷൻസിലൊന്നും അധികം വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. പിന്നെ അകത്ത് കയറിയെല്ലാം കണ്ടു. നല്ല ടെറസും തോന്നുന്നു. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയുള്ള പോർഷനാണിത്. അപ്പം ഇത് കണ്ടോ, ബോൺസ് ഓഫ് വെയിൽ. ഇത്രയും വലിയ ബോൺസ് പഴയ അതിന് വെച്ചിരിക്കുകയാണ് അവിടെ. പിന്നെ അകത്തുനിന്ന് കുറേ വ്യൂസും എല്ലാം കണ്ടു. പതുക്കെ നമ്മളെല്ലാം കണ്ടിട്ട് താഴെ ഇറങ്ങി. പിന്നെ അവിടെ ഒരു നടരാജയുടെ ഒരു ഗാലറി ഉണ്ടായിരുന്നു. അവിടെ കയറി. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓടിക്കയറി. ആസ് എ ഡാൻസർ നമ്മൾ നടരാജ ഭയങ്കര നമ്മളുടെ ഇമോഷൻ എടുത്തിട്ട് നിൽക്കുന്ന സംഭവമുള്ളത്. അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നടരാജയുടെ കുറേ ഇങ്ങനെ ഐഡിയൽസ് ഉണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം കണ്ട് പിന്നെ പുറത്തിറങ്ങി. നമ്മൾ നല്ല ചൂടും നല്ല പൊരിവെയിലും ഒക്കെയാണ്. പിന്നെ നമ്മളവിടെ ഇറങ്ങി. അടുത്തത് വീണ്ടും അവിടെ പോയ സമയത്ത് അവിടെ ഒരു ചെറിയൊരു സ്റ്റോൾ പോലെ കടയെ കണ്ടു. അപ്പോൾ അവിടെ നിന്നൊരു ഹാറ്റൊക്കെ മേടിച്ചു, ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു ജ്യൂസ് അല്ല, ലൈം സോഡ പോയപ്പോൾ പറഞ്ഞിട്ട് പോയതാണ്. തിരിച്ചു വന്നിട്ട് അത് പുള്ളി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളവിടെ വന്ന് അത് കുടിച്ചു. അത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം. ആ തണുപ്പ് ചെല്ലുമ്പോഴേ അത്രയും ചൂടത്ത് ആ തണുപ്പ് കുടിക്കുമ്പോൾ ഒരു സമാധാനം. അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഓട്ടോ കയറി നമ്മുടെ ഫിലോമിന ഹോട്ടലിൽ വന്നു. ആ ഹോട്ടലിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് മോൾ പോലെ കേട്ടോ, ആ ഹോട്ടലിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ ചേർന്ന് പോലെ. അപ്പോൾ അവിടെ ഈ ഷോപ്പ് ഇന്നതൊട്ടേ നോക്കി വെച്ചിരിക്കുക, അവിടെ ഒരു ഡിസ്പ്ലേ ഇട്ടുന്ന ഒരു സ്കേർട്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഞാൻ കയറി. അതിനകത്ത് ആ കളറല്ല, വേറൊരു കളർ അതിൻ്റെ അകത്ത് കയറിയിട്ട് വേറെ ഒരു സ്കേർട്ടും കമ്മലും സ്ലൈഡും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു.
അത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊന്നും വേണ്ട, ലഞ്ചൊന്നും വേണ്ട മട്ടായി, ചോറൊന്നും കഴിക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ബാസ്കറ്റ് റോബിൻസിൻ്റെ അവിടെ കയറിയിട്ട് നമ്മൾ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. ഇതെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇന്ന് രാത്രി നമ്മൾ കുംഭകോണം പോകും. ബാക്കി കുംഭകോണം വിസിറ്റ് നാളെ.